ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിലെ പാട്ടാണ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ എന്നുള്ളൊരു പാട്ട്. അപ്പം അത് എന്നിലുണ്ടാക്കുന്ന ഇമോഷൻസ് എന്താണെന്നും അതേപോലെ തന്നെ ആ ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസിൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നും എങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ചൂസ് ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നും എന്ന് എന്തെല്ലാമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. പാടിയതിന് ശേഷം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമുട്ടേ, കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമുട്ടേ, കൽബിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന നിധിയല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, താമരമുട്ടെങ്ങും തങ്കത്തിൻ കവിളെങ്ങും, തപ്പുന്ന കൈകളാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. അപ്പോൾ ഈ വരികളൊന്ന് ഫ്ലോ ചെയ്യാനായിട്ട് ഞാൻ ആ പാട്ട് എഴുതി പഠിക്കേണ്ടി വന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് താളവും ഈണവും വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇമോഷൻസ് ഒന്ന് കൊണ്ടുവരേണ്ടി വന്നു. കാരണം എന്താ, കണ്ണില്ലാത്ത വാപ്പയ്ക്ക് ഒരു മോനെ കാണാനും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വിരലുകൾ കൊണ്ട് തപ്പിക്കൊണ്ട് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അതുകൂടാതെ അത് പടച്ചവനോട് ദുആയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് തന്നേക്കുന്ന വിധിയാണ്, നിധിയാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത്രയധികം സാരാംശങ്ങൾ ആ വരികളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെല്ലാം പഠിച്ചു? അർത്ഥങ്ങൾ പഠിച്ചു, പര്യായങ്ങൾ പഠിച്ചു, എമ്പതി പഠിച്ചു, ഒരു സ്കില്ല് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു പാട്ടിലൂടെ പഠിച്ചു. നിസ്സാരമായ ഒരു പാട്ടിലൂടെ, നമ്മൾ ജസ്റ്റ് കേട്ട് വിട്ടു പോകുന്ന ഒരു പാട്ടിലൂടെ പഠിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത്? ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് വളരെ പ്രശ്നക്കാരനായിട്ടുള്ളൊരു ഹോർമോണാണ്. അതായത് നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരായിട്ട് സംവദിക്കുമ്പോൾ മാത്രമാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ളവരായിട്ട് സംവദിച്ച് അത് മാക്സിമം ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നാണ്. ആ ഗുരുനാഥൻ്റെ വാക്കുകൾ കേട്ടത് 2 ദിവസം മുന്നെയാണ്. അപ്പോൾ ഈ ഹോർമോൺ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണലി കുറച്ച് ഇടപാടുകൾ നടത്തുന്നവരായിരിക്കണം, കമ്മ്യൂണിറ്റി സർവീസ് നടത്തുന്നവരായിരിക്കണം. ഓക്കെ.